ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഊൻ ആയത്ത് നമ്പർ 7. വയംനഊനൽ മാഊൻ, ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു. ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു. വ ആയത്തിന്റെ തുടക്കത്തിൽ വ എന്നർത്ഥം. യംനഊന അവർ തടയുന്നു. യംനഊന അവർ തടയുന്നു. മുളാരിയായ ഫേലാണ്, ബഹുവചനമാണ്. അതിന്റെ മാദി മനഅ. മനഅ തടഞ്ഞു, അവൻ തടഞ്ഞു എന്നാണ് മനഅയുടെ അർത്ഥം. അതിന്റെ മുളാരി യംനഉ, തടയും, തടയുന്നു. യംനഉന്റെ 14 രൂപങ്ങളിലെ ബഹുവചന രൂപമാണ് യംനഊന. യംനഉവിൽ നിന്ന് യംനഉവിലേക്ക് എത്താം. യംനഊനയിൽ യംനഉ എന്നതിൽ നിന്ന് യംനഊന എന്ന ആ രൂപത്തിലേക്ക്, എന്ന സ്വീകയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പൊ മനഅ തടഞ്ഞു, യംനഉ തടയുന്നു. മനഅൻ തടയല്, മാനിഅ തടയുന്നവൻ. മാനിഅ എന്നാണ് പറയുക, തടയുന്നവൻ. ലാ മാനിഅ, ലാ മാനിഅ ഒരു തടസ്സവുമില്ല, നോ ഒബ്ജക്ഷൻ എന്നതിന് ലാ മാനിഅ എന്നാണ് അറബിയിൽ പറയുക. അതുപോലെ മംനൂഉ ദുഖൂൽ, നോ അഡ്മിഷൻ. ചിലയിടത്തൊക്കെ തന്നെ നമ്മൾ അറബ് രാജ്യങ്ങളിലൊക്കെയാണ് പണിയെടുക്കുന്നവരെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നോ അഡ്മിഷൻ എന്നിട്ട് മംനൂഉ ദുഖൂൽ എന്ന് എഴുതിയതായിട്ട്. മനഅ, യംനഉ, യംനഊന എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പദവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. വയംനഊന അവർ തടയുകയും ചെയ്യുന്നു. മാഊൻ, അൽ മാഊൻ. അപ്പൊ മാഊൻ എന്നതെന്താ? മാഊൻ എന്നതാണ് ഈ സൂറയുടെ പേര്, നമുക്കറിയാം. മാഊൻ, മീമ് അലിഫ് ഐന് വാവ് നൂന്, ഐനാണ്. അപ്പൊ മാഊൻ എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്രദമായ എല്ലാ സാധനങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണ് എന്നുള്ളതാണ്. ഉപകാരപ്രദമായ എല്ലാ വസ്തുക്കളും, മനുഷ്യന് ഉപകാരം ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും മാഊൻ എന്ന് പറയാം. മാഊൻ എന്നതിന്റെ ബഹുവചനമാണ് മവാഈൻ. അപ്പൊ ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു എന്നാണ് നമ്മൾ മാഊൻ എന്ന് പറയുമ്പോൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മാഊൻ എന്ന പദവുമായി വന്ന വിശദീകരണം നമുക്ക് നോക്കാം. മാഊൻ എന്നതിന് ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സക്കാത്താണ് മാഊന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം അവർ സക്കാത്ത് തടയുന്നവരാകുന്നു. അപ്പൊ അതും സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണ്, ഒരു സംശയമില്ല. അപ്പൊ സക്കാത്ത് എന്നൊരു വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വിശദീകരണം പൊതുവായിട്ടുള്ള ആവശ്യ വസ്തുക്കൾ, ചെറിയ ചെറിയ ഉപകാരങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന സംഗതികൾ. അത് പാത്രങ്ങളായിരുന്നാലും അതുപോലെ എന്ത് ചെറിയ ഉപകാരങ്ങൾ, എന്താകട്ടെ, ചെറുതാകട്ടെ, എന്താകട്ടെ. മൂന്നാമതായി നൽകപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥം മാഊൻ എന്ന അതിന്റെ ഏറ്റവും ഉയർന്ന പടിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും താണപടിയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ബക്കറ്റ്, അതുപോലെ പാത്രങ്ങള്, അതുപോലെ സൂചി പോലെയുള്ള ഏറ്റവും ചെറിയ സാധനം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ പരസ്പരം സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മാഊൻ കൊണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. വയംനഊനൽ മാഊൻ, ചെറിയ ഉപകാരം, മാഊൻ തടയുന്നവരാകുന്നു എന്ന് അർത്ഥം പറയാം. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. സക്കാത്തും അർത്ഥമായിട്ടുണ്ട്, ചെറിയ ചെറിയ പരോപകാരപ്രദമായ വസ്തുക്കൾ അർത്ഥമായിട്ടുണ്ട്, അതുപോലെ സക്കാത്തിനെയും ഇത് രണ്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറയപ്പെട്ട 3 വിശദീകരണങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. നോക്കൂ, നമ്മൾ സൂറത്ത് തുടങ്ങിയത് മുതൽ തന്നെ ദീനിനെ കളവാക്കുന്നവനെ സംബന്ധിച്ച് വിശദീകരിച്ചിങ്ങ് തുടങ്ങി. ആ നിഷേധിയുടെ, ആ ദീനിനെ തള്ളിപ്പറയുന്നവന്റെ അനുഷ്ഠാന കർമ്മം, അതായത് ഏറ്റവും വലിയ അനുഷ്ഠാന കർമ്മമാണല്ലോ നമസ്കാരം. അവന്റെ നിസ്കാരം എപ്രകാരമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ തന്നെ ഈ മനുഷ്യനെ ഉപകാരം ചെയ്യുന്ന സംഗതികളും മറ്റൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാധന പോലും, അവർ നിർവഹിക്കുന്ന ആരാധന പോലും മനുഷ്യപ്പറ്റുള്ളതാണ്, മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു ആരാധന കർമ്മമാണ്.
അപ്പൊ വെറും നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനോപകാരമായ പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കുകയില്ല എന്നാണല്ലോ ഈ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ഈ അർത്ഥവും ഇതിന്റെ പദാനുപത അർത്ഥവും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വിശദീകരണം നോക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.